എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസിന് ആവശ്യമുള്ളൊരു മുന്തിരി വൈനിടാനുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, 2 ആഴ്ചയായിട്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റൽ കേസുമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുമല്ലോ. ഇന്ന് ഞാൻ 4 കിലോ മുന്തിരി വൈനിടാനുള്ള കൂട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടി നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി ആദ്യം ചതച്ചെടുക്കണം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു 25 ഗ്രാമ്പു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പട്ടയാണ്. പട്ട നമ്മൾ ഈ കർമ്മസാലിൻ്റെ കൂടെയുള്ള പട്ട എടുക്കണ്ട. നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് പട്ട നമ്മൾ വാങ്ങുന്നതാണ് നല്ലത്. എങ്കിൽ നമുക്ക് ഒറിജിനൽ പട്ട കിട്ടുള്ളൂ, ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ആവശ്യമുള്ളത് സൂചി ഗോതമ്പാണ്. അത് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നല്ലോണം കഴുകി തോർത്തിയെടുത്തതാണ് ഈ ഗോതമ്പ്. ഇതാണ് നമ്മൾ 4 കിലോ വൈന് ഇടാനായിട്ട് ആവശ്യമുള്ള കൂട്ടുകൾ. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ജ്യൂസ് മുന്തിരിയാണ് എടുത്തേക്കുന്നത്, അതായത് വൈൻ മുന്തിരി, നല്ല ചുമന്ന നിറത്തിലുള്ള മുന്തിരി. ഈ മുന്തിരി നമ്മൾ വാങ്ങിയതിന് ശേഷം ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ നല്ല ഉപ്പ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മുക്കി വയ്ക്കണം വാഷ് ചെയ്തെടുക്കാൻ. ആ വാഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് തിളപ്പിച്ചാറിയ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഈ മുന്തിരി മൊത്തത്തോടെ ഒന്ന് മുക്കി വയ്ക്കണം. നല്ലോണം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മുക്കി വയ്ക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിലുള്ള കീടനാശിനിയുടെ അംശങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. 4 കിലോ മുന്തിരി വൈനിടാനായിട്ട് നമുക്ക് ആവശ്യം 3.5 കിലോ പഞ്ചസാരയാണ്. ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്നത് 3.5 കിലോ പഞ്ചസാരയാണ്. 4 കിലോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മധുരം കൂടിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, 3.5 കിലോ മതിയാവും. ഒരു ഭരണി നല്ലപോലെ വെയിലത്ത് കഴുകി ഉണക്കിയെടുത്ത് വെക്കണം. ആ ഭരണിയിലാണ് നമ്മൾ വൈനിടുന്നത്. ഭരണിയാണ് വൈനിടാൻ ഏറ്റവും നല്ലത്. അതിന് വേണ്ടി നമുക്ക് ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്യാനുള്ളത്. ആദ്യം ഭരണിയിൽ ഈ എടുത്ത് വെച്ചേക്കുന്ന മുന്തിരിയുടെ ഒരു ലെയർ ആദ്യം ഇട്ട് കൊടുക്കണം. അതിൻ്റെ മീതെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. വീണ്ടും അതുപോലെ തന്നെ മുന്തിരി ഇടണം, അതിൻ്റെ മേലെ പഞ്ചസാര. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഈ ഒരു മുന്തിരിയും പഞ്ചസാരയും തീരുന്നത് വരെയും ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പഞ്ചസാര മുന്തിരി ആ ഒരു കണക്കിന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ അവസാനം നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കതെല്ലാം അതുപോലെ ഈ മുന്തിരിയും പഞ്ചസാരയും നമുക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. വൈനിടുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഉപയോഗിക്കരുത്. ഇതിപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് മുകൾ ഭാഗത്താകുന്നത് പോലെ നമ്മൾ ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പട്ട, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, ഇതെല്ലാം ഒന്ന് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം നമ്മൾ കൈകൊണ്ട് എല്ലാ സ്ഥലത്തും ഈവനാക്കി മാറ്റി വെക്കണം. എന്നിട്ട് വീണ്ടും നമ്മളിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഫുള്ളായിട്ടും അത് ഫില്ലാക്കണം. എന്നിട്ട് ആ ഗോതമ്പില്ലേ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സൂചി ഗോതമ്പ്, അതൊരു തുണിയിൽ വെച്ച് ഒരു കിഴി കെട്ടണം. കിഴി കെട്ടിയിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊരു കിഴി കെട്ടി ഇതിൻ്റെ മേളിൽ നമ്മൾ വയ്ക്കണം. ഇങ്ങനെ കിഴി കെട്ടി വെച്ചാൽ നമുക്കത് എടുത്ത് മാറ്റാനും എളുപ്പമായിരിക്കും. അവസാന ദിവസമല്ല, ഒരു 19ാമത്തെ ദിവസമൊക്കെ നമുക്കത് എടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്, ചൂടൊട്ടും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മുന്തിരി മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ അളവ് പറയുന്നില്ല, നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മുന്തിരി നന്നായിട്ട് മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം നമുക്ക് ഈ ഭരണിയുടെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് നമ്മുടെ മുന്തിരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റാണ്, കണ്ടോ? ഇപ്പോഴും വൈനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഇടുന്ന പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ വൈനിടാനുള്ള കൂട്ട് നിറയ്ക്കാൻ പാടുള്ളൂ. ഇത് ഫെർമെൻറ്റേഷൻ വരുമ്പോൾ ചില സമയത്ത് ഇതിങ്ങനെ പൊങ്ങി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊങ്ങി ഇത് തൂവാനായിട്ട് സാധ്യതയുണ്ട്. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഭരണി മൂടിയതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി വച്ച് ഇതിൻ്റെ വാവ് നന്നായിട്ട് മൂടിക്കെട്ടണം. മൂടിക്കെട്ടിയിട്ട് 7 ദിവസം ഭരണി അനക്കാനേ പാടില്ല. ഏതെങ്കിലും ഒരു മുറിയുടെ ഒരു കോണിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലെ നമ്മൾ ഭരണി അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടിക്കെട്ടണം, വാവട്ടം മൂടിക്കെട്ടി വെക്കണം. നമ്മളിതിങ്ങനെ വയ്ക്കുമ്പോൾ ഒരിക്കലും ഭരണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ ഷെയ്ക്ക് ചെയ്യാനോ പാടില്ല, കാരണം ഇത് പൊട്ടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ആദ്യത്തെ 7 ദിവസം നന്നായിട്ട് ഇത് മൂടിക്കെട്ടി വെക്കണം. അതിനുശേഷം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ മരത്തവിയോ ചിരട്ട തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന്
ഇളക്കണം. അന്നേരം തവി ഏറ്റവും നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് ഉണക്കിയതായിരിക്കണം. കയ്യിൽ പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല വൃത്തിയായിട്ടാണ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പുളിച്ചു പോകാനും പൂത്തു പോകാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. വൈന് ഞാൻ 21 ദിവസം ആകുമ്പം എങ്ങനെ എടുക്കുന്നത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ വൈൻ ഇടാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ വരുന്ന ഡിസംബർ 2-ാം തീയതിയുടെ ഉള്ളിൽ വൈൻ ഇടണം. എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസിന് മുൻപ് തന്നെ അടിപൊളിയായിട്ടുള്ള വൈൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ഇനി വൈൻ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്നും പറഞ്ഞ് ആരും ഇരിക്കേണ്ട. വളരെ ഈസിയാണ്. ഒന്ന് ശ്രമിച്ചാൽ മതി, നിങ്ങൾക്കും പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉറപ്പായിട്ട് നോക്കണം. ഐ ബട്ടൺ ശ്രദ്ധിക്കണം. ലാസ്റ്റ് വീഡിയോ സജഷൻ വീഡിയോ നിങ്ങൾ നോക്കണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ. ബൈ.